ഇങ്ങനെയാണ്. അടുത്ത നന്ദകുമാർ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. നന്ദകുമാർ പറഞ്ഞു വെച്ചെന്താ സുപ്രീം കോടതി ഇടപെട്ടതുകൊണ്ടാണ് ഈ പ്രശ്നം. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ആ ഡിസിഷനെ അപ്ഹോൾഡ് ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് അപ്ഹോൾഡ് ചെയ്തു. അബ്രോഗേഷൻ ഈസ് ഫൈൻ. എന്നിട്ട് സുപ്രീം കോടതി പ്രശ്നം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ഇവിടുത്തെ സുപ്രീം കോടതി പറഞ്ഞാൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന്. സുപ്രീം കോടതി അത് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, ഒരു ടൈം ഫ്രെയിമിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞു. ഇവർ സ്റ്റേറ്റ്ഹുഡ് എന്ന് പറഞ്ഞ സാധനത്തിനെ അവിടെ ഡിസെൻഫ്രാഞ്ചൈസ് ചെയ്ത് അവിടുത്തെ ജനങ്ങളെ അവിടുത്തെ യൂണിയൻ ടെറിട്ടറി ആക്കി. അല്ലേ? ഒരു സ്റ്റേറ്റിനെ യൂണിയൻ ടെറിട്ടറി ആക്കുമ്പം അവർക്ക് കിട്ടാവുന്ന ഒരു ഷെഡ്യൂൾ 7-നകത്തെ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം പോവാ. അല്ലേ? ശരിയല്ലേ? അത് മൊത്തത്തിൽ യൂണിയൻ അങ്ങ് അക്വയർ ചെയ്യുകയാണ് ആ പവർ. അങ്ങനെ അക്വയർ ചെയ്ത് മൊത്തം കൈവച്ചിരിക്കുക. ആ തെരഞ്ഞെടുപ്പ് നടക്കണം എന്നുള്ള ഗൈഡ് സുപ്രീം കോടതി എന്തെതിരാണ് പറഞ്ഞത്? സുപ്രീം കോടതി കാരണമാണ് ഇത് സംഭവിച്ചത്. സുപ്രീം കോടതി പറഞ്ഞത് എന്താ? കേന്ദ്ര സർക്കാർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി സുപ്രീം കോടതി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാ. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയ പ്രശ്നം ഇല്ലേ? അതേ സ്ഥാനത്ത് യൂണിയൻ ടെറിട്ടറിയായി നിങ്ങളുടെ കയ്യിരുന്ന സ്ഥലം, ആ സ്ഥലത്തെ ഡീൽ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ വയ്യാതെ അവിടെ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായെന്ന് പറയുന്നു. ആ പറയുന്ന പെഹൽഗാമിലെ ഈ പർട്ടിക്കുലർ പ്ലേസ് ടൂറിസ്റ്റുകൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തു പോലും അവിടുത്തെ ആൾക്കാർ അറിഞ്ഞിട്ടില്ല. അത് ആരുടെ കുറ്റമാ? അതുകൊണ്ട് ഒമർ അബ്ദുള്ളയുടെ തലയിൽ വെക്കാനായി നോക്കുന്നത്. മനസ്സിലായില്ലേ? അത് ഒമർ അബ്ദുള്ളയിലെ മണ്ടയ്ക്ക് കൊണ്ട് വെക്കാൻ പോകുന്ന ഇന്റലിജൻസ് ഫെയിലിയറും സെക്യൂരിറ്റി ഫെയിലിയറും അദ്ദേഹത്തിന് മണ്ടയ്ക്ക് വെച്ച് ഈ പറയുന്ന ബാക്കിയുള്ള വൃത്തികേട് കാണിക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയാനും എനിക്ക് മടിയില്ല. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശശി തരൂർ, ലാസ്റ്റ് കേസ്. ശശി തരൂർ ഇവിടുത്തെ എടുത്തിരിക്കുന്ന ഒരു പൊസിഷൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ശശി തരൂർ അദ്ദേഹം നാഷണൽ കോൺഷ്യസ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഹി വാസ് ബിക്കം എ വെരി ഗുഡ് അംബാസിഡർ ഓഫ് ഗവൺമെന്റ് എന്നുള്ളത് ഒരു സത്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന യുദ്ധകാലത്ത്, അല്ലെങ്കിൽ യുദ്ധം തന്നെ വിളിക്കാൻ പറ്റുന്നില്ല, സ്ട്രൈക്ക് നടന്ന കാലത്ത് ഈ പറയുന്ന അംബാസഡറായി അദ്ദേഹം മാറി. പക്ഷെ കുഴപ്പം അത് ശശി തരൂർ ചെയ്തൊരു തെറ്റ് പറയാം. ശശി തരൂർ യുദ്ധകാലം കഴിഞ്ഞ് ഒരു പൊളിറ്റിക്കൽ ഒപ്പോണന്റ് എന്നുള്ള രീതിയിൽ പവറിലുള്ള ഒരാളെ സ്ക്രൂട്ടനൈസ് ചെയ്യാനുള്ള ശബ്ദമായി അദ്ദേഹം മാറണ്ടേ? അദ്ദേഹം നോക്കൂ, ഞാനും അജിംസും ഈ പറയുന്ന പ്രശാന്തും രാഹുൽ ഈശ്വറും എല്ലാം ഒരുപോലെ രാജ്യത്തിൻ്റെ ശബ്ദമായി മാറണം. പക്ഷെ നമ്മൾ രാജ്യത്തിൻ്റെ ശബ്ദമായി മാറിയ ശേഷം അതിൻ്റെ പർപ്പസ് രാജ്യം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് റൂൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് പറയുന്ന സംവിധാനത്തെ അവരുടെ ലാബ്സ് നമ്മൾ നോക്കണ്ടേ? അത് സ്ക്രൂട്ടനൈസ് ചെയ്യണ്ടേ? ആ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന പ്രോസസ്സിന് ശശി തരൂർ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുത്ത എക്സ്ക്യൂസ് അത് ഇസ്രായേലിനും ഈ ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ടായിട്ടില്ലെന്നാണ്. മൊസാദ് പോലൊരു സംഘടനയുണ്ട്, അവർക്കും ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകാം. അങ്ങനെ പറഞ്ഞാൽ മതിയോ? അങ്ങനെ പറഞ്ഞാൽ മതിയോ ഒരു കോൺഗ്രസ് ലീഡർ? ബാക്കി ശശി തരൂർ പറഞ്ഞ പല കാര്യത്തിനും വെച്ചാൽ ഗവൺമെന്റിന്റെ പല ആൾക്കാർക്കും പറയാൻ പറ്റാത്ത രീതിയിൽ ഈ ലോകത്തോട് ഈ രാഷ്ട്രം എന്തിനു നിലകൊള്ളുന്നു എന്ന് കോൺഗ്രസിന്റെ എം പി ആയ, എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ, കോൺഗ്രസിന്റെ എം പി ആയ ശശി തരൂരിനെ പറഞ്ഞ് സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പറ്റിപ്പോയ തെറ്റ്, അദ്ദേഹം ഒരു വലിയ അംബാസഡറായി ഒരു ഇന്ത്യൻ അംബാസഡറായിട്ട് വർക്ക് ചെയ്തെങ്കിലും ഈ പറയുന്ന യുദ്ധകാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന പൊളിറ്റിക്കൽ ഒപ്പോണന്റിനോടുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ ശരവർഷമായി മാറണമായിരുന്നു. ഇപ്പോൾ പറഞ്ഞല്ലോ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടിരിക്കുന്ന അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിക്കണമെന്ന്. അദ്ദേഹം പ്രസംഗിക്കത്തില്ല. ഞാൻ പറഞ്ഞുതരാം ഇപ്പം കാര്യം എന്താ. അദ്ദേഹം ഈ പറയുന്ന എല്ലാം എക്സ്ക്യൂസബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ശരി, there is no unpardonable act from the government എന്നുള്ള രീതിയിലുള്ള പൊസിഷൻ. ഞാൻ പറഞ്ഞെടുക്കട്ടെ. ഇത് ശരിയല്ല, പ്ലീസ്. ഞാൻ പറഞ്ഞെടുക്കട്ടെ. ഇത് സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് there is no unpardonable act എന്ന പൊസിഷൻ അദ്ദേഹം പൂർണ്ണമായി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അല്ലേ? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? സെക്യൂരിറ്റി ഫെയിലിയർ സംഭവിച്ചേക്കാം, IB ഫെയിലിയർ, ഇന്റലിജൻസ് ഫെയിലിയർ സംഭവിച്ചേക്കാം. ഈ ഇന്റലിജൻസ് ഫെയിലിയറും സെക്യൂരിറ്റി ഫെയിലിയറും സംഭവിച്ചേക്കാം എന്നുള്ള വാദം ഞാനും പറയും. ആരോട്? പാകിസ്ഥാൻകാരനോട്. കാര്യം പാകിസ്ഥാൻകാരൻ ഇവിടെ വന്നിട്ടല്ലേ, ഞങ്ങൾക്ക് സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായാലും പാകിസ്ഥാനിൽ നിന്നും തീവ്രവാദി വന്നിട്ടല്ലേ ഇത് സംഭവിച്ചെന്നുള്ള ചോദ്യം ഞാൻ പാകിസ്ഥാനോടും ലോക രാഷ്ട്രങ്ങളോടും ചോദിക്കും. പക്ഷെ അതേ ചോദ്യം ഞാൻ നരേന്ദ്രമോദിയോട് ചോദിക്കത്തില്ല. കാര്യം നരേന്ദ്രമോദിക്ക് ഉത്തരവാദിത്തമുണ്ട് ഇവിടെ ഇങ്ങനെ നുഴഞ്ഞു കയറിയ ആൾക്കാർ വരാതിരിക്കാൻ. അജ്മൽ കസബിനെ പിടിക്കുന്ന സമയത്ത് ബോംബെ അറ്റാക്ക് നടക്കുമ്പം ആ സെന്ററിൽ നിന്ന് ആൾക്കാർ സ്ക്രൂട്ടനൈസ് ചെയ്തില്ലേ ഇവരെ? ആ ഓപ്പറേഷൻ തീരുന്നതിന് മുമ്പ് BJP-ക്കാർ പ്രശ്നം ഉണ്ടാക്കിയോ ഇല്ലയോ? അപ്പൊ അതാ പറഞ്ഞത്, നമ്മൾക്ക് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഉണ്ടാക്കിക്കൊണ്ടുവരേണ്ട പ്രതിപക്ഷത്തിനുള്ള. സത്യം പറഞ്ഞാൽ കോൺഗ്രസ് അവിടെ നിസ്സഹായമാണ്. ഈ പറയുന്ന അദ്ദേഹം ഈ പറയുന്ന രാവിലെ എഴുന്നേറ്റിരുന്ന ഓരോ കമന്റ് പറഞ്ഞേച്ച് ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യന്റെ റോള്
അത് ഗവൺമെന്റിന്റെ നിങ്ങൾ ഫോറിൻ സെക്രട്ടറി സംസാരിക്കുന്ന പോലെ ഫോറിൻ മിനിസ്റ്റർ സംസാരിക്കുന്ന പോലെ അല്ല അവിടെ സംസാരിക്കേണ്ടത്. നിങ്ങൾക്ക് അത് കഴിഞ്ഞൊരു റോൾ റിവേഴ്സൽ ഉണ്ട് എന്ന് ശശി തരൂർ മനസ്സിലാക്കിയില്ല. വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലെങ്കിലും അദ്ദേഹം ആക്ട് ചെയ്യണം എന്നുള്ളതാണ്